നമസ്കാരം, സകലമായ കേരളത്തിലേക്ക് സ്വാഗതം. തലക്കെട്ടുകൾ നോക്കാം. മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്നു, 13 ഷട്ടറുകളും ഉയർത്തി. പെരിയാർ തീരത്ത് അതീവ ജാഗ്രത, 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കോഴിക്കോട് പാലാഴിയിൽ കെട്ടിട നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു, ഒരു തൊഴിലാളി മരിച്ചു, 2 പേരെ രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനത്തിനിടെ വീണ്ടും മണ്ണിടിഞ്ഞു, അശാസ്ത്രീയ നിർമ്മാണമെന്ന് നാട്ടുകാർ. സൈഡ് റോഡ്, അവിടുന്ന് ഇങ്ങോട്ട് 5-6 വീട്ടിലേക്കുള്ള വഴി, അംഗൻവാടി, ചെറിയ കുട്ടികളെ അംഗൻവാടിയിലേക്ക് കൊണ്ടുപോണ വഴിയാണത്. ഇത് അംഗൻവാടി പോണവരോട് ഞാൻ ഇപ്പം പറയുക ചെയ്യുക, അതിലെ പോവരുതിട്ട് ഞങ്ങൾ അപ്പുറത്തൂടെ പൊയ്ക്കോളിയാണ്ട് അപ്പുറത്തൂടെ വിടുക ചെയ്യുന്നത്. തൃശൂരിൽ നവജാത ശിശുക്കളെ കുഴിച്ചിട്ടു, കൊലപാതകമെന്ന് പ്രാഥമിക നിഗമനം. ദോഷം മാറാൻ അസ്ഥികൾ സൂക്ഷിച്ചു. കമിതാക്കൾ പോലീസ് കസ്റ്റഡിയിൽ, ചോദ്യം ചെയ്യൽ തുടരുന്നു. കൊച്ചിയിൽ DJ പാർട്ടിക്കിടെ യുവാവിനെ വൈൻ ഗ്ലാസ് കൊണ്ട് യുവതി കുത്തി. ആക്രമണം അപമര്യാദയായി പെരുമാറിയതിനെ യുവാവ് ചികിത്സയിൽ, ഇരുവർക്കുമെതിരെ കേസെടുത്ത പോലീസ്. മലമ്പുഴ കാഞ്ഞിരക്കടവിൽ വീടിന് സമീപം പുലി, ദൃശ്യങ്ങൾ CCTVയിൽ. വാളയാറിനെ ഭീതിയിലാക്കി ചുരുളിക്കൊമ്പൻ. അറ്റപ്ര മേഖലയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വിശദമായി നോക്കാം. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേകൾ തുറന്നു, 13 ഷട്ടറുകളും തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നു. പെരിയാർ തീരത്ത് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുകയാണ്. പ്രിൻസ്, നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടതല്ലേ? പരീക്ഷണം തീർച്ചയായും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളില്ല. നിലവിൽ 13 സ്പിൽവേ ഷട്ടറുകളും 10 സെന്റിമീറ്റർ വീതമുയർത്തി 250 ക്യൂസെക് വെള്ളമാണ് പെരിയാറിലേക്ക് ഒഴുക്കുന്നത്. 136 അടിയാണ് നിലവിലെ റൂൾ കർവ് പ്രകാരം മുല്ലപ്പെരിയാർ അനുവദനീയമായ ജലനിരക്ക്. കഴിഞ്ഞ രാത്രി തന്നെ 136 അടിയിലെത്തിയിരുന്നു. ഇപ്പോൾ 136.20 അടിയിലേക്ക് ജലനിരപ്പ് ഉയർന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ റൂൾ കർവ് പ്രകാരം അനുവദനീയമായ നിരക്കിലേക്ക് ജലനിരപ്പ് എത്തിക്കുക എന്ന ഒരു രീതിയാണ് തമിഴ്നാട് ചെയ്തിരിക്കുന്നത്. വലിയ തോതിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കാതെ 136 നിലനിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. കൂടുതലായി അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം പുറത്തേക്ക് എടുക്കുന്ന സാഹചര്യം. നിലവിൽ തമിഴ്നാട് ടണൽ മാർഗം 2100 ക്യൂസെക്സോളം വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. ഒപ്പം ഇപ്പോൾ സ്പിൽവേയിലൂടെ 250 ക്യൂസെക്സോളം വെള്ളം പുറത്തേക്ക് കൊടുക്കുന്നു. എന്നാൽ അത് കൂടുതലായി 3800ഓളം ക്യൂസെക്സ് വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ മഴയുടെ ഒരു സാഹചര്യവും നീരൊഴുക്കും ഒക്കെ അനുസരിച്ചായിരിക്കും കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കണമോ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും നിലവിൽ ഇടുക്കിയിലെ വിവിധ പ്രദേശങ്ങളിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തെളിഞ്ഞ സാഹചര്യമാണ് മിക്കപ്പോഴും അനുഭവപ്പെടുന്നത്. ഇടവിട്ട് മഴ പെയ്യുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ അതിശക്തമായ മഴ ഇല്ല എന്നത് തന്നെ വലിയ ആശ്വാസകരമാണ്. കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുകേണ്ട ഒരു സാഹചര്യവും ഉണ്ടാവില്ല എന്നാണ് കരുതുന്നത്. എന്തായാലും നിലവിൽ മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളം കൂടുതൽ പുറത്തേക്ക് ഒഴുക്കുന്നുണ്ടെങ്കിൽ പോലും ഇടുക്കി അടക്കത്തെ സംബന്ധിച്ച് ബാധിക്കപ്പെട്ട സാഹചര്യമില്ല. 57% വെള്ളം നിലവിൽ ഇടുക്കിയിലുണ്ട്. മുല്ലപ്പെരിയാറിൽ കൂടുതൽ വെള്ളം എത്തിയാൽ പോലും നിലവിൽ ഇടുക്കി അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്തേണ്ട, ചിലോറി അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്തേണ്ട സാഹചര്യം ഉണ്ടാവില്ല. എന്തായാലും ഈ മണിക്കൂറുകളിലൊക്കെ മഴ മാറി നിൽക്കുന്നത് വലിയ ആശ്വാസകരമാണ്. എന്നാലും പെരിയാർ തീരത്ത് വലിയ ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടം. ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റിപ്പറപ്പിക്കാനുള്ള ക്യാമ്പുകളൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. എന്നാലും നിലവിൽ ആളുകളൊന്നും മാറി താമസിച്ചില്ല. കാരണം നദിയിലെ ജലനിരപ്പ് വലിയ തോതിൽ ഉയരുന്ന തരത്തിൽ അണക്കെട്ടിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നില്ല. 250 ക്യൂസെക് മാത്രമാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകളിലൊക്കെ അതിശക്തമായ മഴ പെയ്തെങ്കിൽ മാത്രമേ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. ഹരീഷ്, വ്യക്തമാണ്. പ്രിൻസാണ് വിവരങ്ങൾ നൽകിയത്. നിലവിൽ സാഹചര്യം, കാലാവസ്ഥ, നിലവിൽ അവിടെ മഴ പെയ്യുന്നില്ല. കുറച്ച് നാളുകളായി ഇടുക്കിയിലൊക്കെ ശക്തമായ മഴയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് തന്നെ ഇടുക്കി അണക്കെട്ട് തുറക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകുന്നില്ല. എന്തായാലും പെരിയാർ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ നിലവിൽ ആരെയും മാറ്റി പാർപ്പിച്ചിട്ടില്ല. 20ഓളം ക്യാമ്പുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. പക്ഷേ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും തന്നെയില്ല. കാലാവസ്ഥയും അനുകൂലമാണ്. വിവരങ്ങളാണ് പ്രിൻസ് ജെയിംസ് നൽകിയത്. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നു. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് മാത്രമാണുള്ളത്. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്.
ഇടുക്കി പനംകൂട്ടി ചപ്പാത്തിന് സമാന്തരമായി പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. മുതിരപ്പുഴയാറിൽ ജലനിരപ്പ് ഉയരുന്നതോടെ അധികം ഉയരമില്ലാത്ത പനംകുട്ടി ചപ്പാത്ത് വെള്ളത്തിലാവുന്നത് പതിവാണ്. ഇതോടെ ഇതുവഴിയുള്ള യാത്ര അപകടകരമാവുന്നതോടൊപ്പം കമ്പിളികണ്ടം പാതയിലെ ഗതാഗതവും മുടങ്ങും. കല്ലാർകുട്ടി ഡാമിൽ നിന്നുള്ള വെള്ളം പെരിയാറിലെത്തുന്നത് മുതിരപ്പുഴയാറിലൂടെയാണ്. ഇതോടെ ആറിന് കുറുകെ പനംകൂട്ടിയിലുള്ള ചപ്പാത്ത് വെള്ളത്തിൽ മുങ്ങും. ഉയരം കുറഞ്ഞ ചപ്പാത്ത് വെള്ളത്തിലാകുന്നതിനോടൊപ്പം പനംകൂട്ടിയിൽ നിന്ന് കമ്പിളിക്കണ്ടത്തേക്കുള്ള ഗതാഗതവും മുടങ്ങും. ചപ്പാത്തിന് സമാന്തരമായി മുതിരപ്പുഴയാറിൽ പാലം നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. കല്ലാർകുട്ടി ഡാമിന്റെ സമ്പർക്കശേഷി നഷ്ടപ്പെട്ടതിനാൽ 5 ഷട്ടറുകൾ തുറക്കുമ്പോൾ എപ്പോഴും ഈ പാലം മൂടിപ്പോകാൻ സ്ഥിതിയാണുള്ളത്. നമുക്ക് ഈ പാലം പുതുക്കിപ്പണത് ഈ പ്രദേശത്തെ ജനവാസ മേഖലയെ ഒരു സുരക്ഷിതമായ അവസ്ഥയിലോട്ട് എത്തിക്കുവാൻ നമുക്ക് ഗവൺമെന്റ് ആവശ്യമായ നടപടി നടത്തണമെന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. കൊന്നത്തടി പഞ്ചായത്തിൽ നിന്ന് അടിമാലി കുമിളി ദേശീയപാതയിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാന റോഡുകളിൽ ഒന്നാണ് കമ്പിളിക്കണ്ടം പനംകൂട്ടി റോഡ്. റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചെങ്കിലും പനംകൂട്ടിയിലെ ചപ്പാത്തിന് പകരം പാലം കൂടി നിർമ്മിച്ചാലേ നാട്ടുകാർക്ക് യാത്ര എളുപ്പമാകൂ. കൈവരി ഉൾപ്പെടെ സുരക്ഷാ സംവിധാനങ്ങളില്ലാത്ത ചപ്പാത്തിലൂടെയുള്ള ദുരിതയാത്രയ്ക്ക് പരിഹാരം തേടുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് തീരദേശ മേഖലകളിൽ കടലാക്രമണം രൂക്ഷം. കടലേറ്റത്തെ തുടർന്ന് കാഞ്ഞങ്ങാട് അജാനൂർ കടപ്പുറം ഫിഷ്ലാൻഡ് സെന്റർ റോഡിടിഞ്ഞ് വീണു. മഞ്ചേശ്വരം കണ്ണുതീരത്ത് കടപ്പുറത്ത് റോഡ് കടലെടുത്തു. കാഞ്ഞങ്ങാട് അജാനൂർ കടപ്പുറത്ത് കടലാക്രമണം രൂക്ഷമായി. ശക്തമായ തിരയടിച്ചിലിൽ കല്ലുകൾ ഇളകി തിരമാലകൾ തീരദേശ റോഡിന് സമീപം എത്തിയിരിക്കുകയാണ്. തിരയടിച്ചിലിൽ മണ്ണിളകി വരുന്നത് പഞ്ചായത്ത് നിർമ്മിച്ച റോഡിന് ഭീഷണിയാകുന്നു. ശക്തമായ കടലേറ്റത്തെ തുടർന്ന് റോഡിന്റെ ഒരു ഭാഗം തകർന്ന നിലയിലാണ്. അടിഭാഗത്തെ മണൽ ഒഴുകിപ്പോയതിനെ തുടർന്ന് അപകട ഭീഷണിയായതോടെ ഇതുവഴിയുള്ള ഗതാഗതം നാട്ടുകാർ തടഞ്ഞു. റോഡ് പൂർണ്ണമായും തകരുന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. പല പ്രശ്നങ്ങളും മുമ്പേ ഉണ്ടായിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ഈ 5 വർഷത്തിനുള്ളിൽ അഴിമുഖം ഇങ്ങോട്ടേക്ക് വരാതിരിക്കാനുള്ള ഒരു നടപടിയുമായിട്ട് അജാനൂർ പഞ്ചായത്ത് നേരത്തെ തന്നെ വളരെ ദൂരം തന്നെ അഴിമുഖം വെട്ടിമാറ്റിക്കൊണ്ട് വെള്ളം പോകുന്ന സംവിധാനം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം അഴിമുഖം ഗതിമാറിയിട്ട് ഏകദേശം അജാനൂർ ഫിഷ്ലാൻഡ് പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അഴിമുഖം ഇങ്ങോട്ടേക്ക് ഗതിമാറിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ ദയനീയാവസ്ഥയാണ്. പ്രദേശത്ത് നിരവധി തെങ്ങുകളും കടപുഴകി വീണു. ഇവിടെ 100 മീറ്ററോളം കര കടലെടുത്തിരിക്കുകയാണ്. റോഡ് അപകടാവസ്ഥയിലായതിനെ തുടർന്ന് ഇതുവഴി ഗതാഗതം നിരോധിച്ചതോടെ 100 കണക്കിന് കുടുംബങ്ങളാണ് ദുരിതത്തിലായത്. കഴിഞ്ഞ വർഷവും കടലേറ്റത്തിൽ ഇവിടെ റോഡ് തകർന്നിരുന്നു. 1 കിലോമീറ്ററോളം ഭാഗത്തെ കടൽഭിത്തിയും തകർന്നിട്ടുണ്ട്. പലയിടത്തും കരയിടിച്ചിലും രൂക്ഷമാണ്. റോഡ് അടച്ചിട്ടതോടെ കിലോമീറ്ററോളം ചുറ്റി ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ എത്തേണ്ട അവസ്ഥയാണ്. പഞ്ചായത്ത് അധികൃതരും അഗ്നിരക്ഷാ സേനയും സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. മഞ്ചേശ്വരം കണ്വതീർത്ത കടപ്പുറത്തും കടലാക്രമണം രൂക്ഷമാണ്. ഇവിടെ തീരപ്രദേശത്തെ റോഡ് കടലെടുത്തു. ശുദ്ധജല വിതരണവും താറുമാറായി. കാസർഗോഡ് വികസന പാക്കേജിൽ നിന്ന് 1.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പാർക്കും ഉദ്ഘാടനത്തിന് മുൻപേ കടലെടുത്തു. കടലാക്രമണം രൂക്ഷമായ പ്രദേശങ്ങളിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP സന്ദർശനം നടത്തി. ന്യൂസ് 18 കാസർഗോഡ്. തൃശൂർ പുതുക്കാട് അവിവാഹിതരായ മാതാപിതാക്കൾ നവജാത ശിശുക്കളെ കുഴിച്ചിട്ടു. യുവതിയുടെ പങ്കാളി അസ്ഥികൂടങ്ങളുമായി പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. നവജാത ശിശുക്കളുടെ അസ്ഥി ദോഷം തീർക്കാനുള്ള പൂജയ്ക്കായി സൂക്ഷിച്ചതാണെന്നും യുവാവിന്റെ മൊഴി. 21ഉം 26ഉം വയസ്സുള്ള യുവതിയും യുവാവും നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. അഭിലാഷ് രാധാകൃഷ്ണൻ കൂടുതൽ വിശദാംശങ്ങളുമായി എത്തുന്നുണ്ട്. അഭിലാഷ്, ആദ്യം തന്നെ ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ ഞെട്ടിക്കുന്ന വാർത്ത, അതോടൊപ്പം തന്നെ ഒരുപാട് സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഇയാൾ പോലീസ് കസ്റ്റഡിയിൽ, പോലീസിനോട് കൃത്യമായി വന്ന് കുറ്റസമ്മതം നടത്താനുള്ള കാരണം എന്താണെന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള പശ്ചാത്തലവും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിശദാംശങ്ങളും എന്താണ്? ഹരി, ഇപ്പോൾ ഈ ഞെട്ടിപ്പിക്കുന്ന സംഭവത്തിൻ്റെ ചുരുളുകൾ അഴിഞ്ഞു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് ഈ 21 വയസ്സുകാരിയുടെ പേര് അനീഷ എന്നും 26 വയസ്സുകാരുടെ പേര് ഭവിൻ എന്നുമാണ്. ഇരുവരും മദ്യപിക്കുന്നതിനിടയിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ അസ്ഥിയുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. ഇപ്പോൾ ഇവർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി, ഈ ആദ്യത്തെ കുഞ്ഞിൻ്റെത് സ്വാഭാവിക മരണമായിരുന്നു, എന്നാൽ രണ്ടാമത്തെ കുഞ്ഞിനെ അനീഷ കൊന്നതാണെന്നാണ് ഇപ്പോൾ അവർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്.
എന്തായാലും ഇവിടെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ഈ യുവാവ് ഭവിൻ എന്ന യുവാവ് കുഞ്ഞുങ്ങളുടെ അസ്ഥിയുമായിട്ട് പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്നത്. അവിടെ നിന്നാണ് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു സംഭവത്തിന്റെ ചുരുളുകൾ അഴിയുന്നത്. കേരളം ഞെട്ടിയത്. അതായത് ഇവർ അവിവാഹിതരായ പങ്കാളികളാണ്. ഇവർ 3 വർഷം മുമ്പ് ഇവർക്ക് ആദ്യമായി ഒരു കുഞ്ഞുണ്ടാവുന്നു. അത് ആൺകുഞ്ഞാണ്. ആ കുഞ്ഞ് സ്വാഭാവികമായിട്ട് മരിക്കുന്നു. അതിനെ കുഴിച്ചിടുന്നു. കാരണം ഇടപെടുകയാണ്. അതായത് ഈ ദുർമന്ത്രവാദം എന്നുള്ള സംശയങ്ങളൊക്കെ കുറിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അല്ല, ഇതൊരു കൃത്യമായ കൊലപാതകം തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കേണ്ട രീതിയിലേക്കാണോ മാറുന്നത്? അതെ, ഇതിപ്പോൾ കൊലപാതകമെന്ന് തന്നെയാണ് നമുക്ക് സ്ഥിരീകരണം വന്നിരിക്കുന്നത്. എന്നാലും ആദ്യത്തെ കുഞ്ഞിൻ്റെ മരണത്തിൽ ഇവരിപ്പോഴും പറയുന്നത് അത് സ്വാഭാവികമായിട്ടുള്ള മരണമെന്നാണ്. അതിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. അതിൽ വ്യക്തത വരേണ്ടതുണ്ട്. രണ്ടാമത്തെ കുഞ്ഞിൻ്റെ കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ രണ്ടാമത്തെ കുഞ്ഞിനെ കൊന്നത് എന്തിന് എന്നുള്ള ചോദ്യമാണ്. അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ അസ്ഥികൂടം ഇത്രയും കാലം സൂക്ഷിച്ചത് എന്തിന് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിന് ഈ യുവാവ് പറയുന്നത്, ഭവിൻ പറയുന്നത്, ഇത്തരത്തിൽ താനും പങ്കാളിയുമായിട്ട് തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പങ്കാളി തന്നെ വിട്ടു പോവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഈ കൊലപാതകങ്ങൾ പുറത്തു വിടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ കൊടുക്കാൻ, തന്നോടൊപ്പം നിർത്താൻ വേണ്ടിയിട്ട്, ഒരു ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞിൻ്റെ അസ്ഥികൂടം സൂക്ഷിച്ചു വെച്ചിരുന്നത് എന്നാണ് ഭവിൻ പുറത്തു പറയുന്നത്. എന്നാൽ അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ വരും ദിവസങ്ങളിൽ അന്വേഷണത്തിൽ നിന്ന് മാത്രമേ പുറത്തു വരികയുള്ളൂ. ഇതിന് നേരത്തെ വന്നിരുന്ന വിവരം എന്ന് പറയുന്നത്, ഈ എന്തെങ്കിലും കർമ്മം ചെയ്തുകൊണ്ട് ഈ കുട്ടിയുടെ മരണത്തിന് ശേഷം ആ കുട്ടിയുടെ അസ്ഥികൂടം എടുത്ത് വെച്ചുകൊണ്ട് അതിന് എന്തെങ്കിലും കർമ്മം ചെയ്ത് ദോഷം മാറ്റാനായിട്ടാണ് ഈ അസ്ഥികൂടം സൂക്ഷിച്ചിരുന്നത് എന്നാണ് ആദ്യം വന്ന മൊഴി. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്നത് അത്തരത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. തൻ്റെ പങ്കാളിയെ ഭീഷണിപ്പെടുത്താനും പങ്കാളി തന്നെ വിട്ട് പോകാതിരിക്കാനും വേണ്ടിയിട്ട് ഒരു തെളിവെന്ന രൂപേണയാണ് ഈ അസ്ഥികൂടം സൂക്ഷിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇതിൽ ഒരു ദുർമന്ത്രവാദത്തിൻ്റെ എന്തെങ്കിലും അത്തരത്തിലൊരു സാഹചര്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ അത് ഇല്ല എന്ന് പറയാൻ ഇപ്പോൾ നിലവിൽ സാഹചര്യമില്ല. പക്ഷേ കൂടുതൽ പരിശോധനകളും അന്വേഷണങ്ങളും നടന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പുറത്തു വരും. ഹരി, വ്യക്തമാണ്. ചുരുൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത, കേരളം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ച ഒരു വാർത്ത ഇന്ന് രാവിലെ ഉണ്ടായത്. തൃശ്ശൂർ പുതുക്കാട് അവിവാഹിതരായ മാതാപിതാക്കൾ 21ഉം 26ഉം വയസ്സുള്ള യുവതിയും യുവാവും ഇരുവരും ചേർന്ന് രണ്ടാമത്തെ കുഞ്ഞിനെയും കൊലപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് വന്നത്. 3 വർഷങ്ങൾക്ക് മുമ്പാണ് ഇരുവർക്കും ആദ്യമായി ഒരു കുഞ്ഞ് ജനിക്കുന്നത്. അത് സ്വാഭാവിക മരണമെന്നാണ് ഇപ്പോൾ ഇവർ നൽകുന്ന മൊഴി പ്രകാരം മനസ്സിലാക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ കുഞ്ഞിനെ കൊന്നതാണ്, ഈ 21 വയസ്സുകാരി കൊന്നതാണെന്നുള്ളതാണ് ഭവിൻ എന്ന ഈ യുവാവ് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഇനിയും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വരും മണിക്കൂറുകളിൽ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു വാർത്ത തന്നെയാണ് ഇന്ന് രാവിലെ കേരളം കേട്ടത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ അറിയിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തുകൊണ്ട് ഈ അസ്ഥികൂടം സൂക്ഷിച്ചു വെച്ചു എന്നുള്ളത് തന്നെയാണ്. അത് ദോഷം മാറാനൊക്കെയാണെന്നാണ് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ പോലും, പക്ഷേ ഇത് തൻ്റെ പങ്കാളി തന്നെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനുവേണ്ടി ഒരു ബ്ലാക്ക് മെയിൽ പോലെ, അല്ലെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ മൊഴി പുറത്തു വരുന്നത്. എന്തായാലും ഇരുവരും ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ്. കൂടുതൽ ചോദ്യം ചെയ്യലിൽ മാത്രമേ എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളെന്നും കാര്യങ്ങളുമൊക്കെ വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും അക്ഷരാർത്ഥത്തിൽ ഇതുവരെ കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു വാർത്തയാണ് ഇന്ന് കേരളം കേട്ടത്. കൂടുതൽ വിശദാംശങ്ങളാണ് അഭിലാഷ് രാധാകൃഷ്ണൻ നൽകിയത്. വരും മണിക്കൂറുകളിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ, ഇതിൻ്റെ കൂടുതൽ ചുരുളുകൾ അഴിയേണ്ടതുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. കൊച്ചിയിൽ DJ പാർട്ടിക്കിടെ അപമര്യാദയായി പെരുമാറിയെന്ന് ആരോപിച്ച് യുവാവിനെ വൈൻ ഗ്ലാസ് കൊണ്ട് ആക്രമിച്ച് യുവതി. കത്രക്കടവിലെ എടശ്ശേരി ബാറിൽ ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ചെവിക്ക് പിന്നിൽ കുത്തേറ്റ ബഷീർ ചികിത്സയിൽ തുടരുകയാണ്. യുവതിക്കും യുവാവിനുമെതിരെ പോലീസ് കേസെടുത്തു. യുവ സിനിമാ താരവും പിന്നണി ഗായകനുമെല്ലാം പങ്കെടുത്ത DJ പാർട്ടിയിലാണ് സംഘർഷമുണ്ടായത്. ഉദയം പേരൂർക്കാരിയായ യുവതി സുഹൃത്തുക്കൾക്കൊപ്പമാണ് റെസ്റ്റോ ബാറിലെത്തിയത്. കൂട്ടുകാരുമൊത്ത് തൊടുപുഴയിൽ നിന്നെത്തിയ ബഷീർ ദേഹത്ത് കയറിപ്പിടിച്ചു എന്നാരോപിച്ചായിരുന്നു സംഘർഷം. കയ്യിലുണ്ടായിരുന്ന വൈൻ ഗ്ലാസ് കൊണ്ട് യുവതി ബഷീറിന്റെ കഴുത്തിൽ കുത്തി. ചെവിക്ക് പിന്നിലാണ് പരിക്കേറ്റത്. ബാറിൽ ബഹളമുണ്ടായതോടെ നോർത്ത് പോലീസ് എത്തി DJ പാർട്ടി നിർത്തിവെച്ചു. ആക്രമിച്ചതിന് യുവതിയെ കസ്റ്റഡിയിലെടുത്തെങ്കിലും പുലർച്ചെ വരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ചോദ്യം ചെയ്യലിനിടെയാണ് തനിക്ക് നേരിട്ട ദുരനുഭവത്തിൽ പെട്ടെന്ന് പ്രതികരിക്കേണ്ടി വന്നു എന്ന മൊഴി നൽകിയത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടങ്ങിയ എറണാകുളം നോർത്ത് പോലീസ് 2 FIRകൾ രജിസ്റ്റർ ചെയ്തു.
യുവതിയെ കയറിപ്പിടിച്ചെന്ന കുറ്റത്തിന് ബഷീറിനെതിരെയും ബഷീറിനെ ആക്രമിച്ചെന്ന കേസിൽ യുവതിക്കെതിരെയും കേസെടുത്തു. നേരത്തെയും പ്രശ്നങ്ങളുണ്ടായ ഇടമാണ് ഇടശ്ശേരി ബാർ. 2023 ബാറിന് മുന്നിൽ വെടിവെപ്പ് വരെ നടന്നിരുന്നു. ന്യൂസ് 18 കൊച്ചി. മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട പരാതി പരിശോധിക്കാനെത്തിയ ആരോഗ്യവകുപ്പ് ജീവനക്കാർക്ക് വധഭീഷണി. ആലപ്പുഴ അരൂരിലാണ് സംഭവം. മുൻ പഞ്ചായത്ത് അംഗമടക്കം 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. നിന്റെ പള്ള കുത്തി കീറാണ്ട് ഞങ്ങൾ അണങ്ങിയല്ല. മനസ്സിലായോ നിനക്കത്? 2 വർഷമൊക്കെ ഞങ്ങളൊക്കെ ഇടാൻ മാത്രം നീ ആയ നീ നിന്റെ വീട്ടിലേക്ക് വരും. ഞങ്ങൾ അരൂർ പഞ്ചായത്തിൽ 1-ാം വാർഡിലാണ് സംഭവം. കക്കൂസ് മാലിന്യമടക്കം ജനവാസ മേഖലയിലേക്ക് ഒഴുക്കിവിടുന്ന നാട്ടുകാരുടെ പരാതി പരിശോധിക്കാനാണ് ആരോഗ്യവകുപ്പ് സംഘം എത്തിയത്. ഹെൽത്ത് ഇൻസ്പെക്ടർമാരും പഞ്ചായത്ത് സെക്രട്ടറിയും അടങ്ങിയ സംഘത്തെ ഒരു വിഭാഗം ആളുകൾ തടഞ്ഞു. പിന്നീട് തെറിവിളിയും ഭീഷണിയും. ഒരു ഘട്ടത്തിൽ വധഭീഷണി വരെ എതിർപ്പുമായി വന്നവർ മുഴക്കി. നിന്റെ പള്ള കുത്തി കീറാണ്ട് ഞങ്ങൾ അണങ്ങിയല്ല. മനസ്സിലായോ നിനക്കത്? 2 വർഷമൊക്കെ ഞങ്ങളൊക്കെ ഇടാൻ മാത്രം നീ ആയ നീ നിന്റെ വീട്ടിലേക്ക് വരും. ഞങ്ങൾ നീ ചിരിക്കേണ്ട പരിഹാസം അനധികൃതമായി സ്ഥാപിച്ച പൈപ്പിലൂടെ കക്കൂസ് മാലിന്യം ഒഴുക്കുന്നു എന്നതായിരുന്നു നാട്ടുകാരുടെ പരാതി. അതേസമയം പഞ്ചായത്തിന് പരാതി നൽകിയത് ആരാണെന്ന് വ്യക്തമാക്കണമെന്നായിരുന്നു അക്രമകാരികളുടെ ആവശ്യം. വധഭീഷണി മുഴക്കിയ മുൻ പഞ്ചായത്ത് അംഗം CA പ്രദീപ്, ജസ്റ്റിൻ സേവ്യർ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. അരൂർ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിലാണ് നടപടി. മാലിന്യ പ്രശ്നത്തിൽ പരാതി നൽകിയ അന്ധനായ യുവാവിനെയും അസഭ്യം പറഞ്ഞതിനും പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രതികളായ 2 പേരും ഒളിവിലാണ്. ന്യൂസ് 18 ആലപ്പുഴ. ചുരുളിക്കൊമ്പൻ വാളയാറിലെത്തി. ചുരുളിക്കൊമ്പൻ എന്ന PT5 ആന ജനവാസ മേഖലയിൽ എത്തിയത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആന ആറ്റപ്ര മേഖലയിൽ കൃഷി നശിപ്പിച്ചതായി നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വനം വകുപ്പ് കുങ്കിയാനയെ എത്തിച്ചും പടക്കം പൊട്ടിച്ചും കാട് കയറ്റിയ കൊമ്പനാണ് ദിവസങ്ങൾക്കകം വീണ്ടും തിരിച്ചെത്തിയത്. ആനയെ തുരത്തുന്ന നാട്ടുകാരും നാട്ടുകാർക്ക് നേരെ ചിഹ്നം വിളിച്ചെടുക്കുന്ന ചുരുളിക്കൊമ്പനും എന്നതാണ് നിലവിലെ സ്ഥിതി. വിവരമറിയിച്ചതിനെ തുടർന്ന് വനപാലകരും RRT സംഘവും സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹകരണത്തോടെ ആനയെ കാട്ടിലേക്ക് തുരത്തി. ഉൾക്കാട്ടിലേക്ക് പോകാത്ത ആന എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് മലമ്പുഴ കാഞ്ഞിരക്കടവിൽ വീടിന് സമീപം പുലിയെത്തി. നവോദയ സ്കൂളിന് സമീപം രാജന്റെ വീടിനരികിലാണ് പുലി എത്തിയത്. വളർത്തുനായ നിർത്താതെ കുരയ്ക്കുന്നത് കേട്ട് പുറത്തിറങ്ങിയ യുവതിയാണ് പുലിയെ കണ്ടത്. ആലപ്പുഴ ചേർത്തലയിൽ കുടിവെള്ള ടാങ്കിൽ ഇറങ്ങി കുളിച്ച യുവാക്കൾ പിടിയിൽ. 3 യുവാക്കളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ നാട്ടുകാർ യുവാക്കളെ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ പാതിരാപ്പള്ളി എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് അഖിൽ P. ധർമ്മജൻ എന്ന യുവാവ് രാജ്യമാകെ ശ്രദ്ധിക്കപ്പെട്ട കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവപ്രതിഭാ പുരസ്കാരം നേടിയത്. അവാർഡിന് പിന്നാലെ വിവാദങ്ങളും അഖിലിനെ തേടിയെത്തി. ആരാണ് യഥാർത്ഥ അഖിൽ P. ധർമ്മജൻ? ലൈംലൈറ്റുകളുടെ പ്രകാശമില്ലാതെ അഖിലിന്റെ ജീവിതം തുറന്നുകാട്ടുകയാണ് ന്യൂസ് 18. വളരെ കുറഞ്ഞ കാലം കൊണ്ട് കേരളമാകെ ശ്രദ്ധിക്കപ്പെട്ട ഒരു എഴുത്തുകാരനാണ് അഖിൽ P. ധർമ്മജൻ. ഒപ്പം തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നൽകി രാജ്യവും അഖിലിനെ അംഗീകരിച്ചിരിക്കുകയാണ്. ഇന്ന് ന്യൂസ് 18ന്റെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഈ യുവ എഴുത്തുകാരനാണ്. അഖിൽ, സ്വാഗതം. അഖിലെ, ഇനിയിപ്പോ ഔപചാരികതകളൊന്നും വേണ്ട എന്നെ പരിചയപ്പെടുത്താനായിട്ട്. പാതിരപ്പള്ളിക്കാരനാണ് അഖില്. എന്റെ നാടും പാതിരപ്പള്ളിയാണ്. കൊച്ചിലെ മുതൽ കണ്ട് വളർന്ന ആളുകളാണ് നമ്മളല്ലേ. പക്ഷെ അതിലൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോ രാജ്യമാകെ അംഗീകരിക്കപ്പെട്ട ഒരു എഴുത്തുകാരനായി വളരെയധികം സന്തോഷം ഉണ്ടായില്ലേ? എങ്ങനെയാണ് ഈ കഥ എഴുത്ത് എന്നുള്ളത് വളരെ സീരിയസ് ആയി കണ്ടുപിടിക്കുന്നത് എപ്പോഴാണ്? ഞാനിത് തീരെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ നാട്ടിലൊക്കെ കഥ പറയുമല്ലോ, ചേട്ടന്മാരൊക്കെ പ്രേതകളോട് പറയും, ഓരോ സ്ഥലങ്ങളിൽ പോയ കഥകളൊക്കെ പറയും.
അപ്പൊ അതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഞാൻ സ്കൂളിൽ വന്ന് പറയുമ്പോഴേക്കും ആദ്യം 1-2 കുട്ടികൾ കേൾക്കും, എന്നിട്ട് ഇവര് കുറെ കുട്ടികളെ കൂട്ടിയിട്ട് വരും. അപ്പൊ ഞാൻ പറഞ്ഞ് ഒരേ കഥ പറഞ്ഞ് മടുത്തു. അങ്ങനെ ഈ കഥയെ ഞാൻ എടുത്തിട്ട് റഫ് നോട്ടിന്റെ ബാക്കിലാക്കും. ഈ റഫ് നോട്ട് പിന്നെ പോയി കഴിഞ്ഞാൽ കുറെ ദിവസം കഴിഞ്ഞ് എന്റെ കയ്യിൽ കിട്ടുന്നത്, അതും കുറെ അഴുക്കൊക്കെ ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പൊ ഓരോ ആൾക്കാർ വന്ന് അതിന്റെ അഭിപ്രായം പറയാം, ആ പ്രേതകഥ കൊള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചിലര് വീട്ടിൽ കൊണ്ടുപോകും. അപ്പൊ ഇതെനിക്കൊരു ഭയങ്കര രസം തോന്നി. ഈ കുട്ടികൾ ഇത് വായിക്കുന്നു, അതിന്റെ അഭിപ്രായം പറയുന്നു, അവരുടെ മുഖത്ത് ഭീതി കാണുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് ആദ്യത്തെ നോവൽ തന്നെ ഓജബോർഡ് ഒരു പ്രേതകഥയാണ്. നമ്മളിപ്പോ ഹൊറർ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതായത് നമ്മളിപ്പോ നോർമലി ഒരു കഥ പറയുമ്പോഴും ഹൊറർ കഥ പറയുമ്പോഴും ആളിന്റെ ഒരു വ്യത്യാസമുണ്ട്. നോർമലി കഥ പറയുമ്പോൾ ഒരു 5-6 പേര് കാണും. ഹൊറർ എന്ന് പറഞ്ഞാൽ ഉള്ളവരെല്ലാരും കൂടെ വന്ന് ഇതെന്താന്ന് നോക്കും. അപ്പൊ ആ ഒരു ചെറുപ്പം തൊട്ട് തന്നെ അങ്ങനെയാണ് എഴുതി ശീലിച്ചത്. അതെങ്ങനെയാണ് ഒരു ഹൊറർ പശ്ചാത്തലത്തിലേക്ക്, നിങ്ങളുടെ വീടൊക്കെ എനിക്ക് അറിയാവുന്നില്ല, അങ്ങനെ ഒരു ഹൊറർ പശ്ചാത്തലം അത് വരാൻ കാര്യം എന്താന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ഒരു മഞ്ഞ വീടെന്ന് പറഞ്ഞ ഒരു പഴയ ഒരു വീടാ. അവിടെ ആൾത്താമസം കാടും പടലേക്ക് പിടിച്ച് കിടക്കുന്ന ഒരു തറവാട് ഒരു വീട്. ഞങ്ങൾ കുട്ടികൾ അതിനെ മഞ്ഞ വീടെന്ന് വിളിക്കുന്നത്, മഞ്ഞ പെയിന്റാണ് അതിന്. അപ്പൊ ശനി ഞായറൊക്കെ ആകുമ്പോൾ ഞങ്ങള് പ്രേതമായിട്ടെന്ന് പറഞ്ഞ കമ്പും പോലൊക്കെ ആയിട്ട് അതിനടുത്ത് നടക്കില്ല, വവ്വാലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോ മുറിയിലൊക്കെ കയറുമ്പോൾ വവ്വാല് പറഞ്ഞു മുമ്പ് പ്രേതമാണെന്ന് വിചാരിച്ച്. അപ്പൊ ആ കുട്ടിക്കാലത്ത് എല്ലാ ശനിയാഴ്ച ഞായറാഴ്ച ഞങ്ങൾ പ്രേതമായിട്ടേക്ക് പോകും. ഈ ഒരു ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു വീട്. അപ്പൊ അതിന് ചുമ്മാ ഓരോ കഥയൊക്കെ പറഞ്ഞു, അതിൻ്റെ അകത്ത് കുറെ ആൾക്കാർ തൂങ്ങി മരിച്ചതാണ് എന്നൊക്കെ കഥ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ല, കുട്ടികളായിട്ട് പോകുമ്പോൾ ഒരു അഡ്വഞ്ചർ ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇല്ലാഞ്ഞൊരു ഫാമിലി ആയിരുന്നു. അപ്പം കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ അച്ഛനും അമ്മയും ഒക്കെ കഷ്ടപ്പെടണമായിരുന്നു അല്ലേ? ഒരുപാട് കടമൊക്കെ ആയിരുന്നു. അപ്പം വസ്തുവൊക്കെ ഒരുപാട് കടത്തിലായിരുന്നു. അപ്പൊ പിന്നെ രണ്ടുപേരും കൂടെ ഈക്വലി കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഇതുപോലായിരുന്നു. അപ്പം കൃത്യമായ കെയറോ കാര്യങ്ങളോ ഒന്നും ഇല്ല. സത്യം പറഞ്ഞാൽ നാട്ടിൽ ഒരുപാട് പേര് അങ്ങനെയൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് മോശമായിട്ട്, അതായത് ഇവൻ നശിച്ചു പോകുന്നുള്ള ഒരു ഇതുവരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനപ്പോഴേക്കും എനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര വിവാദവും കാര്യങ്ങളും വരുമ്പോൾ എന്നെ അത് എഫക്ട് ചെയ്യാത്തതിന്റെ കാരണം എന്താന്ന് പറഞ്ഞിട്ട്, കുട്ടിക്കാലം തൊട്ട് തന്നെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ അതും ഇതൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കവറുകളെല്ലാം ഹിറ്റായിരുന്നു. ഈ റാം കെയർ ഓഫ് ആനന്ദിയുടേത് ഒരുപാട് ഹിറ്റായിട്ടുള്ള ഒരു കവറായിരുന്നു അല്ലേ? കവർ ഡിസൈൻ ചെയ്ത് നമ്മളിവിടെ പുന്നപ്ര, അവനാണ് എന്റെ അടുത്ത ഫ്രണ്ടാണ്, ഭയങ്കര എനിക്ക് അടുപ്പമുള്ള സുഹൃത്താണ്. ശരിക്കും പറഞ്ഞാൽ അവൻ എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്തോന്നല്ലേ ഇത്? സത്യം, 1 രൂപ പോലും ആള് എന്റെ ഓജബോർഡാണെങ്കിലും മെർക്കുറിയലിലാണെങ്കിലും രാത്രി 12-ന് ശേഷം റാം കെയർ ഓഫ് ആനന്ദി ഇതെല്ലാം ആളാ ചെയ്യുന്നത്. അപ്പോ ആൾക്ക് അത്രയുമായിട്ടുള്ള ഒരു സന്തോഷമാണ് നമുക്ക് വേണ്ടി വരയ്ക്കുന്നത്. സ്വന്തം വർക്ക് പോലാണ്. എന്തെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതേപടി തിരിച്ചു തരിക, അങ്ങനെ ചെയ്യും. ഞങ്ങള് സത്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴിമന്തിക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു ഇതായിരുന്നു, ഒരു ഫുൾ കുഴിമന്തി ഞങ്ങളെല്ലാം കൂടെ കഴിച്ചത്. അപ്പൊ എന്ത് കവർ ചെയ്താലും നമ്മൾ വൈകുന്നേരം പോയിട്ട് ഇവിടെ ഒരു ഹോട്ടലുണ്ട്, അവിടെ പോയിട്ട് കുഴിമന്തി കഴിക്കും. എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഈവൻ ഇപ്പോ കേന്ദ്രത്തിൽ നിന്നാണെങ്കിൽ ഉടനെ തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും. ചിലര് പറഞ്ഞു എന്റെ അച്ഛന്റെ സ്വാധീനം മൂലമാണ് ഇത് കിട്ടിയെന്നൊക്കെ പറയുന്നത്. അത് വേറൊരു കാര്യമാണ് കേട്ടോ. ഈ സ്വാധീനിക്കാൻ കഴിയുന്ന അച്ഛനെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കാണുന്നുണ്ട് പോയി. അപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മേടിക്കാൻ അഖിൽ പി ധർമ്മജനെ സഹായിച്ച, സ്വാധീനിച്ച ആ ആളെയാണ് നമ്മൾ ഒന്ന് കാണാനായിട്ട് പോകുന്നത്. ഹലോ, ഇവിടെ ഫ്രീ ആയി ലഡു കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞല്ലോ 1 മാസമായിട്ട്. ഇപ്പോഴും ലഡു ഉണ്ടോ? എന്റെ ചേട്ടാ, അവാർഡ് കിട്ടിയിട്ട് ഇപ്പൊ എത്ര ദിവസമായെന്നറിയാവോ? ഇപ്പോഴും ഉണ്ട്, തീർന്നിട്ടില്ല. പിടിക്കും. ഈ ലോട്ടറി കച്ചവടം നടത്തിയിട്ട് ഇത്ര ലഡു എടുക്കാൻ കാശുണ്ടോ? കാശുണ്ടോ? അത് ആ കാശിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത്. നമുക്ക് കിട്ടിയ ആ ഒരു സന്തോഷം കൊണ്ടാണ്, അതിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതാണ്. കാരണം ചേട്ടാ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടാൻ ആരെയാ പോയി സ്വാധീനിച്ചത്? ഞാൻ ആരെ സ്വാധീനിക്കാനാണ്? ഈ പാവപ്പെട്ട ഞാൻ ഈ ലോട്ടറി കച്ചവടം ചെയ്തോണ്ടിരിക്കുന്ന എന്നെ ആർക്കും അറിയില്ല. ഇവിടെയുള്ള ഇട്ടാവട്ടത്തിലുള്ള കുറെ ആൾക്കാർക്ക് മാത്രമേ അറിയൂ. പിന്നെ എങ്ങനെയാ? ഞാൻ കേന്ദ്ര സർക്കാരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഈ യുവ പുരസ്കാരം, ഇതൊക്കെ ഇതിനെ കുറിച്ചൊക്കെ വലിയ ധാരണ ഉണ്ടായിരുന്നു? ഒരു ധാരണയില്ല. അച്ഛൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തുമില്ല. അങ്ങനെയുള്ള ചിന്തകളൊന്നും നമുക്കില്ലല്ലോ. നമ്മൾ സാധാരണ ഉള്ള ജീവിതമല്ലേ. ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. മഹേശ്വരാന്റി ഒന്ന് കാണണം, അമ്മയെ ഒന്ന് കാണണം. അതും കൂടി കണ്ടാലേ ഇത് പൂർണ്ണമാവുള്ളൂ. അപ്പൊ നമുക്ക് അവരെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ. അപ്പൊ ഇതാണ് അഖിലിന്റെ അമ്മ. നമ്മള് സ്വാധീനിക്കാൻ ശ്രമിച്ച വൻ ടീമിലെ പ്രധാന ആള് ഈ പറഞ്ഞ അമ്മയാണ്. മഹേശ്വരാന്റി, ധർമ്മജന്റെ മഹേശ്വരാന്റിയും കൂടെ സ്വാധീനിച്ചു എന്നാണ് എല്ലാരും പറയുന്നത്. ഞങ്ങള് പാവം പിടിച്ച ഞങ്ങള് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിതം കെട്ടിപ്പിടിച്ചതാണ്. ഒത്തിരി കഷ്ടപ്പെട്ടതാണ്. ഇപ്പോഴും കഷ്ടപ്പെടുന്നു.
ഒരു ഗോഡ് ഫാദറും ഇല്ലാതെ എങ്ങനെ എഴുതണം എങ്ങനെ വായിക്കണമെന്ന് പോലും പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലാതെ വളർന്നു വന്ന ഒരാളാണ്. അതിലും അഖിൽ ഒരുപാട് സന്തോഷം. അഖിലിനെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക്, ഈ കുടുംബത്തെ, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബം കൂടിയാണ് ഇവർ ഈ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 8,930 രൂപ, പവന് 71,440 രൂപ. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 7,360 രൂപ, പവന് 58,880 രൂപ. വെള്ളി ഗ്രാമിന് 118 രൂപ, കിലോ 1,18,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സകലമായ കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.